ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 വീക്കായി ഞാനൊരു വ്ളോഗൊന്നും ഇട്ടിട്ടില്ല. കിയാൻ്റെ ബർത്ത്ഡേ കാരണം കുറേ ബിസി ആയിപ്പോയായിരുന്നു. പിന്നെ ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു ഷായ പേഴ്സൺ, അപ്പോൾ എല്ലാവരുടെ മുന്നിൽ എനിക്ക് വീഡിയോ എടുക്കാനൊരു ഷായ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സിങ് ചെയ്ത് കിയാൻ്റെ മാമൻ അവന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒരു ഹൈ ചെയറായിരുന്നു. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഞാൻ മെൻഷൻ ചെയ്യാം. പക്ഷെ നല്ലൊരു ഹൈ ചെയറായിരുന്നു. നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നൊരു ഇതായിരുന്നു കുഞ്ഞിന്. അപ്പോൾ അതിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മമ്മി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു മീൻകറിയൊക്കെ. അപ്പോൾ അന്നത്തെ ലഞ്ച് നമ്മുടെ സാമ്പാറും തോരനും മീൻകറിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് വെളിയിൽ സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. കുറേ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന്, അപ്പോൾ അതിന് പോയി. അപ്പോൾ അവിടുന്ന് കിയാൻ ബ്ലേസറിൻ്റെ അടിയിൽ ഇടാനൊരു ടീഷർട്ട് വേണമായിരുന്നു, ഒരു ബ്ലൂ കളറിൽ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോയി. പിന്നെ മാക്സി കയറി. പിന്നെ പോകുമ്പോൾ പിന്നെ പ്രോപ്പറായിട്ടെല്ലാം ഷോപ്പിങ്ങൊക്കെ നോക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ മേടിക്കും. അപ്പോൾ എനിക്ക് ഹീൽസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടായിരുന്നു. അത് മേടിച്ചു, കാരണം സമയമില്ലായിരുന്നു ഒത്തിരി ട്രൈ ഒന്നും ചെയ്യാൻ. പിന്നെ എല്ലാവരും ഭയങ്കര ടയേർഡായി, കാരണം മമ്മി ട്രാവൽ ചെയ്ത് വന്നതാണ്. മമ്മീൻ്റെ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ കിയാനും അമ്മച്ചിയും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര കളിയും ചിരിയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചായയും ബണ്ണും ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കഴിച്ചെല്ലാം കഴിഞ്ഞ് കിയാൻ്റെ പിന്നെ കേക്ക് ഓർഡർ ചെയ്യുന്നു. അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ മോളിൽ കയറി. പോരുന്ന വഴിക്കാണ് മോൾ. അപ്പോൾ മമ്മി പറഞ്ഞൊന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മമ്മിക്ക് ചാമ്പങ്ങ കിട്ടി. എൻ്റെ സൈഡിലൊക്കെ ചാമ്പങ്ങ എന്നാണ് പറയുന്നത്, നിങ്ങളുടെ സൈഡിൽ എന്താ പറയുന്നത് പറയണേ. അപ്പോൾ ഇവിടെ ചാമ്പങ്ങ കിട്ടിയത് മമ്മിക്ക് മോളിലായ കാരണം അത് 5 എണ്ണം 50 രൂപയ്ക്കാണ്. അപ്പോൾ അതൊക്കെ മേടിച്ച് ഫസ്റ്റ് സ്റ്റെപ്പിൽ കയറി ഞാനൊരു ക്രോക്സ് മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി. കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നൈറ്റ് ഞങ്ങൾ ഡിന്നർ പ്ലാൻ ചെയ്തത് ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇത്രയും ഷോപ്പിങ്ങും ചൂടും വെയിലും ഒക്കെ കാണും മമ്മി ഒരു ടയേർഡായിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എങ്ങനെയും നിന്നൊക്കെ പറഞ്ഞു തരാം, നീ എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാനും മമ്മിയും ചെറുതായിട്ടൊന്ന് ഞാൻ മമ്മിക്ക് ഹെൽപ്പ് ചെയ്ത് ഒരു ബിരിയാണി ഉണ്ടാക്കി. സിമ്പിൾ ബിരിയാണി, എൻ്റെ റെസിപ്പി ഞാൻ ഇട്ട് തരാം. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അതാണ് ഈ വ്ളോഗ്. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾക്ക് റിട്ടേൺ ഗിഫ്റ്റും എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ മേടിച്ചിട്ട് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾക്ക് പുറത്ത് പോകണം, കാരണം എൻ്റെ അനിയൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഭയങ്കര കളിയായിരുന്നു. കിയാൻ്റെ കസിൻ ബ്രദറും കിയാൻ്റെ പപ്പയും. അത് കണ്ട് നമ്മുടെ കിയാൻ കുട്ടൻ ഭയങ്കര അസൂയ കുറച്ച് നേരമൊക്കെ അവനിങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കിയാൻ കുട്ടൻ കരച്ചിലായി. അപ്പോൾ അവൻ്റെ മുഖം കണ്ടില്ല, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. സങ്കടമായിപ്പോയി അവൻ്റെ പപ്പ ആരെങ്കിലും തൊടുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞത് ഞങ്ങൾ ലഞ്ചിന് വേണ്ടി പോയി. നെക്സ്റ്റ് ഡേ ലഞ്ചിന് ഇറങ്ങി നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലി, എൻ്റെ പപ്പയുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പകുതി ആയിപ്പോയി. ചിലർ ബൈക്കിൽ പോയി, ചിലർ വണ്ടി വന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞാണ് എല്ലാവരും ഫുൾ ഫാമിലി, എൻ്റെ ഫാമിലി, ചേട്ടൻ്റെ ഫാമിലി എല്ലാവരും ഒരുമിച്ച് ലഞ്ചിനൊക്കെ പോയത്. അപ്പോൾ കിയാൻകുട്ടന് പിന്നെ പപ്പ മതി, എവിടെ പോയാലും പപ്പ മതി. പിന്നെ ഇപ്പോൾ അപ്പൂപ്പൻ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പനും കിയാൻകുട്ടനും ഒക്കെ ആയിരുന്നു. ഇത് നല്ല ഒരു എന്താ വെച്ചാൽ ഒത്തൻറ്റിക് ഭക്ഷണം കിട്ടും ഇവിടെ. നല്ല ഡെക്കറേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ ഫിഷ് താലിയ, ഗോവയിൽ ആര് വന്നാലും ഫിഷ് താലിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ മമ്മിയാണെങ്കിൽ പിന്നെ ഫിഷ് താലി ലവർ. അപ്പോൾ ഞങ്ങൾ ഫിഷ് താലി. പിന്നെ ഇവിടെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു, ഫുഡ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ബെല്ല് റിങ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ബെല്ലൊക്കെ റിങ് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ പോയി. കാരണം എല്ലാവരും ഭയങ്കര ടയർഡായിട്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് ഡേ പിന്നെ ഞാൻ ജക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ എല്ലാവരും ഒരുങ്ങണം എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇപ്പോഴത്തെ വ്ളോഗ്. ടാറ്റ ബൈ ബൈ.